നമസ്കാരം. ആ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം ചിന്തിക്കുന്നതാണ് ലോ ഓഫ് എവിഡൻസ്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സാക്ഷ്യ അധിനിയമം എന്ന രീതിയിൽ മാറിയിട്ടുള്ള തെളിവ് നിയമ സംഹിത. അപ്പോൾ അതുപോലെ തന്നെ കോൺട്രാക്റ്റ്, ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾക്ക് ചില വ്യത്യാസമുണ്ട്. ഭാഷയ്ക്ക് ചില മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര എളുപ്പമല്ല. അതിൻ്റെ ഒരു ജോയിനിങ് വേർഡ്സ്, കോമ, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മിക്ക സെക്ഷനുകളും ഒറ്റ സെൻറ്റൻസിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ്. എത്ര ലെങ്തി ആയാലും ഒറ്റ സെൻറ്റൻസിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിഡൻസ് ആക്ട് ആണ് അക്കാര്യത്തിൽ വളരെ കേമനായിട്ടുള്ള ഒരു സംഗതി. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വായിച്ചപ്പോൾ അതിനകത്ത് സെക്ഷൻ 35, അത് ഇലക്ഷൻ എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ. പുസ്തകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 35 ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഇലക്ഷൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രൂപം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഡെഫിനിഷൻ വായിക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്കത് കൂടുതൽ ക്ലിയർ ആവുന്നത്. അപ്പോൾ ആദ്യം ആ ലോ ഓഫ് ഇലക്ഷൻ്റെ എക്സാമ്പിൾ സഹിതം പറഞ്ഞ് അതിൻ്റെ ആ ഒരു സംഗതി ഒന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സി എന്ന് പറയുന്ന ആളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ വില 800 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ എ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്നയാൾ ഈ പ്രോപ്പർട്ടി ബി എന്ന് പറയുന്നയാളിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പം സി എന്ന് പറയുന്നയാളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ വില 800 രൂപയാണ്. ഇതിന് ഈ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എ എന്ന് പറയുന്നയാൾ ഇത് ബിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ബി ആ ഗിഫ്റ്റ് എഴുതുന്ന ആ ഡീഡിൽ തന്നെ, അത് സപ്പോസ് ഒരു വിൽ ഡീഡാണെന്നിരിക്കട്ടെ, ആ വില്ലിൽ തന്നെ ആ സെയിം ട്രാൻസ്ഫറിൽ അല്ലെങ്കിൽ ആ സെയിം ഇൻസ്ട്രുമെൻറ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു 1000 രൂപ സിക്ക് കൊടുക്കാമെന്നും കൂടി സമ്മതിക്കുന്നു. അപ്പം പ്രോപ്പർട്ടി സിയുടേതാണ്, അതിൻ്റെ വില 800 രൂപയാണ്. എ ഇതെഴുതി ബിക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന അതേ ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി ഓണറായിട്ടുള്ള സിക്ക് 800 രൂപ 1000 രൂപ കൊടുക്കാമെന്നും കൂടി സമ്മതിക്കുന്നു. 800 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 രൂപ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ഈ സമയം സിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ വസ്തുവിൻ്റെ ഉടമസ്ഥനായ സിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 1000 രൂപ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എ ബിക്ക് കൊടുത്ത ആ ഗിഫ്റ്റഡ് ട്രാൻസാക്ഷൻ അംഗീകരിക്കാം, അയാളുടെ പ്രോപ്പർട്ടിയുടെ. അല്ലെങ്കിൽ എനിക്ക് 1000 രൂപ വേണ്ട, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി മതി എന്ന് പറഞ്ഞ് അയാളുടെ പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്യാം. ഇതാണ് ലോ ഓഫ് ഇലക്ഷൻ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാകും. ഇത് ഒന്ന്, എനിക്കൊരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എൻ്റേതല്ലാത്ത ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഒരവസരം ഇതിലൂടെ ഈ TP ആക്ട് നമുക്ക് തരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ഞാനൊരു പ്രോപ്പർട്ടി എൻ്റേത് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ ഒരു പ്രോപ്പർട്ടി എനിക്കിഷ്ടപ്പെട്ട മറ്റൊരാൾക്ക് ലഭിക്കത്തക്ക കണക്ക് ഒരു ട്രാൻസ്ഫർ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പം എൻ്റെ ട്രാൻസ്ഫർ അയാൾക്ക് കിട്ടുകയും അയാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ട് ഒരു ഡീഡ് എനിക്ക് എഴുതാനും സാധിക്കും. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഇലക്ഷൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്തുകൊണ്ട് അയാളുടെ പ്രോപ്പർട്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് മാറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർ ഇതിലൂടെ നിലവിലിരുത്തുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇലക്ഷൻ്റെ ഒരു ബെനിഫിറ്റ്. ഇതേ സമയം ഒരു അൺലാഫുൾ എൻറിച്ച്മെൻറ്റ് ഇതിലുണ്ടാക്കുവാൻ നിയമം അനുവദിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതി കൊടുക്കുന്ന പ്രോപ്പർട്ടി അയാൾ അക്സെപ്റ്റ് ചെയ്യുകയും
അതേസമയം മറ്റേ പ്രോപ്പർട്ടി എഴുതി കൊടുത്തത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഞാൻ നടത്തിയ ട്രാൻസാക്ഷനിൽ ഒരു പ്രോപ്പർട്ടി ഞാൻ അയാൾക്ക് എഴുതി കൊടുക്കുന്നതിന് മാത്രമേ എനിക്ക് റൈറ്റ് ഉള്ളൂ. അവിടെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ് ഞാൻ വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ടാണ് എൻ്റെ പ്രോപ്പർട്ടി എഴുതി ഞാൻ അവിടെ കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ ഞാൻ 1000 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രോപ്പർട്ടി ഓണറായ സിക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സിയുടെ പ്രോപ്പർട്ടിയാണ് ഒരാൾക്ക് എഴുതി ഗിഫ്റ്റ് കൊടുക്കുന്നത്. നോക്കിക്കോണം, എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ഒരു വസ്തു ഞാൻ ഒരാൾക്ക് എഴുതി ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ സമയം ഞാൻ ആ പ്രോപ്പർട്ടി ഓണറിന് ഒരു 1000 രൂപ ആ ട്രാൻസ്ഫർ ഡീഡിൽ തന്നെ എഴുതി തയ്യാറാക്കുന്നു, കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. എൻ്റെ പേരിലല്ലാത്ത ഒരു വസ്തു എനിക്ക് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുവാൻ ഈ നിയമം അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അവിടെ യഥാർത്ഥ ഓണറിന് ഒരു സ്വാതന്ത്ര്യമുണ്ട്. എയ്തർ ഇറ്റ് ക്യാൻ റീറ്റെയിൻ ഇറ്റ് ഓർ ഹി ക്യാൻ റിജക്റ്റ് ഇറ്റ്. അതാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ അയാൾക്ക് ഇലക്ട് ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ സെക്ഷൻ ഒന്ന് വായിക്കാം. ഇപ്പോൾ ഒരു ഫാദർ, അച്ഛൻ, അയാളുടെ വില്ലിൽ ഒരു വീടെഴുതി, ആ അച്ഛൻ്റെ സ്വന്തം വീടെഴുതി എ എന്ന് പറയുന്ന ഒരു മോന് കൊടുക്കുന്നു. അതേ വില്ലിൽ തന്നെ മോൻ്റെ പേരിലുള്ള കട എഴുതി ബി എന്ന് പറയുന്ന മോന് കൊടുക്കുന്നു. അപ്പോൾ നോക്കിക്കൂടാ, ഒരു അച്ഛൻ്റെ പേരിലുള്ള വീടെഴുതി എ എന്ന് പറയുന്ന മകന് കൊടുക്കുന്നു. എയുടെ പേരിൽ എ എന്ന് പറയുന്ന മകൻ്റെ പേരിലുള്ള കട എഴുതി ബി എന്ന് പറയുന്ന മറ്റൊരു മകന് കൊടുക്കുന്നു. ഇവിടെ എയ്ക്ക് ഈ ട്രാൻസാക്ഷൻ അംഗീകരിക്കാം, റിജക്റ്റ് ചെയ്യാം. ഈ വിൽ പ്രകാരം എയ്ക്ക് കിട്ടിയ വീട് അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി എയുടെ കടമുറി ബിക്ക് കൊടുത്ത ട്രാൻസാക്ഷനും കൂടി അംഗീകരിക്കപ്പെടുന്നു. ഇതാണ് എലക്ഷൻ എന്ന് പറയുന്നത്. എ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഈ ട്രാൻസാക്ഷൻ വോയിഡ് ആവുകയും പഴയ രീതിയിൽ എയ്ക്ക് കടമുറി റിട്ടേൺ ചെയ്യാം, അച്ഛൻ്റെ പേരിലുള്ള ബംഗ്ലാവ് അച്ഛൻ്റെ പേരിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ വീട് അച്ഛൻ്റെ പേരിൽ തന്നെ നിൽക്കും. അപ്പോൾ അച്ഛൻ ആ ബംഗ്ലാവ് എഴുതി, അച്ഛൻ്റെ പേരിലുള്ള ബംഗ്ലാവ് എഴുതി മോന് കൊടുക്കുമ്പോൾ ആ മോൻ്റെ പേരിലുള്ള കടമുറിയാണ് എഴുതി മറ്റൊരു മോന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ മോന് ആ അച്ഛൻ എഴുതി കൊടുത്ത വീട് സ്വീകരിച്ചതുകൊണ്ട് കടമുറി ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു മോന് അല്ലെങ്കിൽ സഹോദരന് കിട്ടത്തക്ക രീതിയിലുള്ള ആ വിൽ ഡീഡ് അക്സെപ്റ്റ് ചെയ്യാം. അതോടുകൂടി ആ ട്രാൻസ്ഫർ നിലവിൽ വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, അച്ഛൻ്റെ വീട് അങ്ങ് മേടിച്ചു വെച്ചുകൊണ്ട് ആ ആദ്യത്തെ എ എന്ന് പറയുന്ന മോന് ഞാൻ എൻ്റെ പേരിലുള്ള കടമുറി ബി എന്ന് പറയുന്ന എൻ്റെ സഹോദരന് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ അയാൾക്കൊരു എസ്റ്റോപ്പലുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി പകുതി ഭാഗമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ബാക്കി ഭാഗം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാനും പറ്റില്ല. അതുപോലെ ഇതിനകത്തൊരു ലിമിറ്റേഷൻ പീരീഡും പറയുന്നുണ്ട്. 1 വർഷത്തിനകത്ത് വെച്ച് ഈ ട്രാൻസാക്ഷനെ സംബന്ധിച്ച് മിണ്ടാതിരുന്നാൽ, അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് മിണ്ടാതിരുന്നാൽ ഇത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കും. അത് ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. If he does not within 1 year after the date of the transfer signify to the transferor or his representatives his intention to confirm or to dissent from the transfer, the transferor or his representative may, upon the expiration of that period, require him to make his election. And if he does not comply with such requisition within a reasonable time after he has received it, he shall be deemed to have elected to confirm the transfer. 1 വർഷത്തിന് ശേഷവും ഇഫ് ഹി ഡസ് നോട്ട് വിത്തിൻ 1 year ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസ്ഫർ, 1 വർഷത്തിനകത്ത് വെച്ചും ഈ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടാതിരിക്കുക. ഡസ് നോട്ട് ഡേറ്റ് ഓഫ് ദ ട്രാൻസ്ഫർ സിഗ്നിഫൈ ടു ദ ട്രാൻസ്ഫറർ ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഹിസ് ഇൻറ്റൻഷൻ ടു കൺഫേം ഓർ ടു ഡിസെൻഡ് ഫ്രം ദ ട്രാൻസ്ഫർ, ദ ട്രാൻസ്ഫറർ ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് മേ, upon the expiration of that period, require him to make his election. ആ 1 വർഷത്തിന് ശേഷവും ഒന്നും പറയാതിരിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫററിന് അവരോട് ആവശ്യപ്പെടാം, നിങ്ങൾക്ക് എലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയാം. ആൻഡ് ഇഫ് ഹി ഡസ് നോട്ട് കംപ്ലൈ വിത്ത് സച്ച് എൻ റിക്വസിഷൻ വിത്തിൻ എ റീസണബിൾ ടൈം ആഫ്റ്റർ ഹി ഹാസ് റിസീവ്ഡ് ഇറ്റ്, അതിനുശേഷവും മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഹി ഷാൽ ബി ഡീംഡ് ടു ഹാവ് ഇലക്റ്റഡ് ടു കൺഫേം ദ ട്രാൻസ്ഫർ. അപ്പോൾ 1 വർഷത്തിന് അകത്ത് വെച്ച്
ഈ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് ട്രാൻസ്ഫറർ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുക, ആ ഇൻറ്റിമേഷനെ സംബന്ധിച്ച് ഒരു മറുപടിയും തരാതിരുന്നാൽ അതൊരു ഡീംഡ് അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കും എന്നും നിയമത്തിൽ പറയുന്നു. അവിടെയാണ് ഹി ഷാൽ ബി ഡീംഡ് ടു ഹാവ് ഇലക്റ്റഡ് ടു കൺഫേം ദ ട്രാൻസ്ഫർ. അത് ഇലക്റ്റ് ചെയ്തു, കൺഫേം ട്രാൻസ്ഫർ ചെയ്തു എന്ന് കണക്കാക്കാം. ഇനി നമുക്ക് ആ സെക്ഷൻ വായിക്കാം. സെക്ഷൻ 35. വേർ എ പേഴ്സൺ പ്രൊഫസസ് ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി വിച്ച് ഹി ഹാസ് നോ റൈറ്റ് ടു ട്രാൻസ്ഫർ. ഒരാൾ അയാളുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു, അയാൾക്ക് അവകാശം ഇല്ലാത്തത്. ആൻഡ് എ പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ, അപ്പം അതേ ട്രാൻസാക്ഷനിൽ തന്നെ ആയിരിക്കണം, കൺഫർ എനി ബെനിഫിറ്റ് ഓൺ ദി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ആരുടെ പ്രോപ്പർട്ടിയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഓണറിന് സച്ച് ഓണർ മസ്റ്റ് എലക്ട് എയ്തർ ടു കൺഫേം സച്ച് ട്രാൻസ്ഫർ ഓർ ഡിസെൻഡ് ഫ്രം ദാറ്റ്. ഏത്? ആ ബെനിഫിറ്റ്. ദ സെയിം ട്രാൻസാക്ഷൻ കൺഫേഴ്സ് എ ബെനിഫിറ്റ് ഓൺ ദി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ബെനിഫിറ്റ് സച്ച് ഓണർ മസ്റ്റ് ഇലക്ട് എയ്തർ ടു കൺഫേം സച്ച് ട്രാൻസ്ഫർ ഓർ ടു ഡിസെൻഡ് ഫ്രം ഇറ്റ്. ഒന്നുകിൽ ആ ട്രാൻസ്ഫർ കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസെൻഡ് ചെയ്യാം. ആൻഡ് ഇൻ ദ ലേറ്റർ കേസ് ഡിസെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹി ഷാൽ റിലിംഗ്വിഷ് ദ ബെനിഫിറ്റ് സോ കൺഫേർഡ്. അയാൾക്ക് കിട്ടിയ ബെനിഫിറ്റ് അയാൾ തിരിച്ചു കൊടുക്കണം. ആ ബെനിഫിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1000 രൂപ കൊടുത്തുകൊണ്ട് അയാളുടെ പ്രോപ്പർട്ടി എഴുതി ബിക്ക് കൊടുക്കുന്നു. അപ്പം സിക്ക് വേണമെങ്കിൽ ആ ബെനിഫിറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ട്രാൻസാക്ഷൻ നിലവിൽ വന്നതായിട്ട് അംഗീകരിക്കാം, അല്ലെങ്കിൽ ആ 1000 രൂപ വേണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം. 1000 രൂപ മേടിച്ച് വെച്ചുകൊണ്ട് ഞാൻ ഈ ബെനിഫിറ്റ് എൻജോയ് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ പ്രോപ്പർട്ടി കൊടുക്കില്ല, പക്ഷേ എനിക്ക് 1000 രൂപ കിട്ടിയത് വേണം എന്ന്. അതായത് അൺലാഫുൾ എൻറിച്ച്മെൻറ്റ് ഇതിൽ അനുവദിക്കുന്നില്ല. ആൻഡ് ഇൻ ദ ലേറ്റർ കേസ് ഹി ഷാൽ റിലിംഗ്വിഷ് ദ ബെനിഫിറ്റ് സോ കൺഫേർഡ്. ആ ബെനിഫിറ്റ് കിട്ടിയത് കൺഫർ ചെയ്യുന്നു. ആൻഡ് ദ ബെനിഫിറ്റ് സോ റിലിംഗ്വിഷ്ഡ് ഷാൽ റിവേർട്ട് ടു ദ ട്രാൻസ്ഫറർ ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ആസ് ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഡിസ്പോസ്ഡ് ഓഫ്. അതല്ല, ബെനിഫിറ്റ് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു സഹായവും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇത് കണക്കാക്കും. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഇലക്ഷൻ സെക്ഷൻ 35. ഒന്നുകൂടെ വായിക്കാം. വേർ എ പേഴ്സൺ പ്രൊഫസസ് ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി വിച്ച് ഹി ഹാസ് നോ റൈറ്റ് ടു ട്രാൻസ്ഫർ ആൻഡ് ആസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ കൺഫേഴ്സ് എനി ബെനിഫിറ്റ് ഓൺ ദി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. സച്ച് ഓണർ മസ്റ്റ് ഇലക്ട് എയ്തർ ടു കൺഫേം സച്ച് ട്രാൻസ്ഫർ ഓർ ടു ഡിസെൻഡ് ഫ്രം ഇറ്റ്. ആൻഡ് ഇൻ ദ ലേറ്റർ കേസ് ഡിസെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹി ഷാൽ റിലിംഗ്വിഷ് ദ ബെനിഫിറ്റ് സോ കൺഫേർഡ്. അയാൾക്ക് കിട്ടിയ ബെനിഫിറ്റും അയാൾ റിലിംഗ്വിഷ് ചെയ്യേണ്ടി വരും. ആൻഡ് ദ ബെനിഫിറ്റ് സോ റിലിംഗ്വിഷ്ഡ് ഷാൽ റിവേർട്ട് ടു ദ ട്രാൻസ്ഫറർ. ആ ബെനിഫിറ്റ്, അതായത് അയാൾ കൊടുത്ത 1000 രൂപ തിരിച്ച് അയാൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ആസ് ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഡിസ്പോസ്ഡ് ഓഫ്. ഇതാണ് സെക്ഷൻ 35 പറയുന്ന ലോ ഓഫ് ഇലക്ഷൻ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന നിയമത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ശ്രമിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.